സെറ്റിയിൽ മറിയം ഇരിക്കുന്നുണ്ടായിരുന്നു. മുതുകറ്റും തടിച്ചുരുണ്ട ഒരു പോലീസുകാരൻ ഞങ്ങൾക്ക് പിന്തിരിഞ്ഞ പ്രവേശന കവാടത്തിനരികെ നിൽക്കുന്നു. ക്ലോക്കിൽ 4 മണിക്ക് 28 നിമിഷങ്ങളുണ്ടെന്ന് കാണിച്ചിരിക്കുന്നു. ബംഗ്ലാവിൽ മറ്റിതര ഇടങ്ങളിൽ ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥരും മറ്റു പോലീസ് അധികാരികളും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പത്ര റിപ്പോർട്ടർമാർ ഒരു പോലീസ് സർജനുമായി തർക്കിക്കുന്നത് കണ്ടു. അവർക്ക് എന്നോട് സംസാരിക്കണം, പക്ഷെ സർജന്റ് അവരെ അകത്തേക്ക് വിട്ടില്ല. ഞാൻ ടെലിഫോൺ ചെയ്ത് 3-4 നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു പോലീസ് വാഹനം ഇരമ്പിക്കൊണ്ട് പാഞ്ഞു വന്നു. അടുത്ത 10 നിമിഷങ്ങൾക്കകം കുറെ ഹോമിസൈഡ് സ്ക്വാഡുമായി ലഫ്റ്റനന്റും വന്നെത്തി. ചില നിമിഷത്തെ തിരച്ചിലിന് ശേഷം അവർ ലൂയിസിനെ കണ്ടെത്തി. സംഭവം എന്തായിരുന്നുവെന്ന് ലഫ്റ്റനന്റ് എന്നോട് ചോദിച്ചു. ഒരു വെടിശബ്ദം കേട്ട് വന്നു നോക്കിയപ്പോ ഡസ്റ്ററിനെ കണ്ടെത്തിയെന്നും ലൂയിസിനെ കാണാനുണ്ടായിരുന്നില്ലെന്നും ഞാൻ അവരെ അറിയിച്ചു. ശരി, ഹാളിലിരിക്കൂ, ഞാൻ നിന്നോട് പിന്നീട് സംസാരിച്ചുകൊള്ളാം, അദ്ദേഹം പറഞ്ഞു. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മെല്ലിച്ച ഉയരമുള്ള ഒരാൾ അങ്ങോട്ട് കയറി വന്നു. ഡോക്ടർ, നേരെ വന്ന ഇടതുവശത്തേക്ക് തിരിയുക, ഒരു പോലീസുകാരൻ പറയുന്നത് കേട്ടു. ആ മനുഷ്യനാണ് തന്റെ ഭാവി നിർണ്ണയിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഏതാണ്ട് 4 മണിയായപ്പോൾ ഒരു ആംബുലൻസ് അവിടെ എത്തുകയും ലൂയിസിനെ ഒരു സ്ട്രെച്ചറിൽ കിടത്തി വണ്ടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾ മരിച്ചിരിക്കുമോ എന്ന ഭയം എന്റെ മനസ്സിനെ വലയം ചെയ്തു. സർജന്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രവേശന കവാടത്തിനരികിൽ നിന്നിരുന്ന പോലീസുകാരനോട് ഞാൻ ചോദിച്ചു. ശിരസിന്റെ ഒരു ഭാഗത്ത് നല്ല പരിക്കേറ്റിട്ടുണ്ട്, അല്ലാതെ ഒന്നുമില്ല. സർജന്റിൻ തനിക്ക് എത്ര പ്രത്യേകതയൊന്നുമില്ലെന്ന മട്ടിലായിരുന്നു അയാളുടെ സംസാരം. ഞാൻ പിന്നെയും കാത്തിരുന്നു. ഏതാണ്ട് 4:30 ആയപ്പോൾ മറ്റൊരു വാൻ അവിടെ വന്നു നിന്നു. 4 പേർ ഒരു ശവപ്പെട്ടിയുമായി മുകളിലേക്ക് ചെന്നു. 10 ദിവസത്തോളം റെഫ്രിജറേറ്ററിൽ ചടഞ്ഞു കൂടിക്കിടുന്ന ഡസ്റ്റർ ശ്മശാനത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു തുടങ്ങിയെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. പ്രഭാത രശ്മികൾ ഭൂമിയിൽ പതിഞ്ഞു തുടങ്ങിയപ്പോൾ ലഫ്റ്റനന്റും ഞങ്ങളുടെ സമീപത്തേക്ക് വന്നു. നിങ്ങൾക്ക് 2 പേർക്കും പോയി കിടന്നുറങ്ങാം. പ്രേതവിചാരണ സമയത്ത് നിങ്ങൾ ആവശ്യമായി വന്നേക്കും. ഇത്രയും നേരം ഇവിടെ ഇരുത്തി താമസിപ്പിക്കേണ്ടി വന്നതിൽ വ്യസനിക്കുന്നു, അദ്ദേഹം അറിയിച്ചു. വിവരം മാഡോക്സിനെ അറിയിച്ചു. പതിവ് പോലെ അയാളത് വിശ്വസിക്കാൻ തയ്യാറായില്ല. സംഭവം വ്യക്തമാണ്, അത് ആർക്കും എളുപ്പം മനസ്സിലാവുകയും ചെയ്യും. സാനിറ്റോറിയത്തിലേക്ക് പോകുന്നതിന് ഡസ്റ്ററിന് സമ്മതമായിരുന്നില്ല. പോകണമെന്ന് ശടിച്ച പത്നിയെ വഴിയിൽ മർദ്ദിച്ച് അവളെ എസ്റ്റേറ്റ് ഓഫീസിൽ കൊണ്ടുപോയി കെട്ടിയിട്ടു. തട്ടിപ്പുകാരുടെ വേലയാണിതെന്ന് പോലീസ് ഉത്തരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ആദ്യം അയാൾ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ആ ഉദ്ദേശം നടന്നില്ല. അതിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ കുറ്റസമ്മതപത്രം താങ്കൾ കണ്ടോ? ഇല്ല. തോക്കെടുക്കാൻ അയാൾ തിരിച്ചിവിടെ വരികയും സ്വന്തം തോക്കുകൊണ്ട് വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അപ്പറഞ്ഞവയെല്ലാം മറ്റൊരർത്ഥത്തിലായിരിക്കുമോ എന്ന സംശയം എനിക്കുണ്ടായി. അപ്പോൾ നിങ്ങൾ ചെന്ന് കിടന്നുറങ്ങിക്കോട്ടെ, ഒന്നുകൂടി ഉറപ്പുവരുത്താനായി ഞാൻ ചോദിച്ചു. ഓ, തീർച്ചയായും. പ്രസ് റിപ്പോർട്ടർമാരെ എനിക്ക് വിവരം അറിയിക്കേണ്ടതുണ്ട്. അവർക്ക് താങ്കളോട് സംസാരിക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് 5 നിമിഷം കൂടി ഇവിടെ തന്നെ ഇരിക്കുക. സർജന്റ് ലൂയിസിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ചോദിച്ചു. ഡസ്റ്റ് തിരിച്ചു വന്നാക്കാമെന്നും അതുകൊണ്ട് രാത്രി ശ്രദ്ധിച്ചിരിക്കണമെന്നും ഞാൻ അയാളെ പറഞ്ഞ് ശട്ടപ്പെടുത്തിയിരുന്നു. പക്ഷെ അവിചാരിതമായി അയാളുടെ ശിരസിൽ പ്രഹരമേറ്റ് അബോധാവസ്ഥയിലായി. കുഴപ്പമില്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ അയാൾക്ക് സുഖപ്പെടും. അയാളുടെ ശിരസ് കല്ലിന് തുല്യമാണ്. അദ്ദേഹം പുറത്തു കാത്തിരിക്കുന്ന റിപ്പോർട്ടർമാരെ സമീപിച്ചു. ഞാനും അറിയവും പരസ്പരം നോക്കി. ഞാനൊന്ന് മന്ദഹസിക്കാൻ ശ്രമിച്ചു. നിനക്ക് നാളെ എവിടെ നിന്ന് പോകാമെന്ന് തോന്നുന്നു? ഒരു മുറി എവിടെയെങ്കിലും ശരിപ്പെടുത്തി തരാൻ ഞാൻ ശ്രമിക്കാം. കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ടർമാർ ഞങ്ങളെ സമീപിച്ചു. ഏതാണ്ട് 1/2 മണിക്കൂർ ഞങ്ങൾ അവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. ഡസ്റ്ററുടെ സ്വകാര്യ ജീവിതത്തെ പറ്റിയും ഹെലനുമായി അദ്ദേഹം വഴക്കിടാറുണ്ടോ എന്നതിനെ പറ്റിയും അവളുടെ പ്രതികരണത്തെ പറ്റിയും അവരെപ്പറ്റി ഞാൻ എന്ത് ധരിച്ചു എന്നതിനെ പറ്റിയെല്ലാം അവർക്ക് അറിയണമായിരുന്നു. വല്ല വിധേനയും ഞാൻ അവരെ പറഞ്ഞു വിട്ടു. ലഫ്റ്റനന്റ് അതിനു മുമ്പ് തന്നെ പോയി കഴിഞ്ഞിരുന്നു. പ്രവേശന കവാടത്തിനരികെ കാവൽ നിന്നിരുന്ന പോലീസുകാരൻ മാത്രം അവിടെ അവശേഷിച്ചു. ചില മണിക്കൂറുകൾ അവിടെ നിന്ന ശേഷം മറ്റു അനിഷ്ട സംഭവങ്ങളോ ഒന്നുമില്ലെങ്കിൽ മടങ്ങാമെന്ന ഉത്തരവിൻ പ്രകാരമാണ് അയാൾ അവിടെ നിന്നത്. പ്രേതവിചാരണ കഴിഞ്ഞാൽ ഉടനെ റോമിലേക്ക് പോകാൻ ഞാൻ തീർച്ചയാക്കി. ഈ കുഴപ്പങ്ങളിൽ നിന്നെല്ലാം മാറി അല്പം സമാധാനമായിരിക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. താങ്കളും എന്നോടൊപ്പം വരുമല്ലോ? തീർച്ചയായും. ഞാൻ അവളെ പിരിഞ്ഞ ശേഷം ബംഗ്ലാവിലേക്ക് മടങ്ങി. അവിടെ പോലീസുകാരൻ കാപ്പി ഉണ്ടാക്കുകയായിരുന്നു. അയാൾ എന്നെ അങ്ങോട്ട് വിളിച്ചു.
ഒരു നിമിഷം ഞാൻ ഹാളിലെത്തി നിന്നു. ഞാനിപ്പോൾ അപകടത്തിലല്ലെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു. ചവറ്റുകുട്ടയിൽ ഇറങ്ങിയ രക്തം തുളച്ച തുണിയും എന്റെ പൈജാമയും ഇരിച്ചു കളയണം. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും ഭയപ്പെടാനില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ 4 മണിക്കൂർ നേരത്തെ പ്രക്ഷുബ്ധാവസ്ഥ എന്നെ വല്ലാതെ അവശനാക്കിയിരുന്നു. അല്പം വിസ്കി കഴിച്ചില്ലെങ്കിൽ വീണു പോകുമെന്ന് എനിക്ക് പോലും തോന്നിപ്പോയി. ഞാൻ ഹാളിൽ കൂടി ബാറിലേക്ക് ചെന്നു. പെട്ടെന്ന് ഞാൻ അവിടെ ഇടിയേറ്റതുപോലെ നിന്നുപോയി. അവിടെ ഒരു കസേരയിൽ ഒരു വിസ്കി കുപ്പി പരിശോധിച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുകയായിരുന്നു. നല്ല ഉയരവും കറുപ്പ് നിറവുമുള്ള ആ മനുഷ്യന്റെ അഗ്രങ്ങളിൽ ഒരു സിഗരറ്റ് എരിയുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അയാൾ എന്നെ നോക്കി ഒന്ന് മന്ദഹസിച്ചു. ഈ അസമയത്ത് അല്പം കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. എന്റെ ഭാര്യ ഇത് കണ്ടാൽ എന്നെ വല്ലാതെ ശകാരിക്കും. ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കം വിളിച്ചതിനാൽ ഞാൻ വല്ലാതെ ആവശ്യനാണ്. ചുരുങ്ങിയത് 12 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിൽ എന്റെ ഉറക്കം നേരെയാവില്ല. അയാൾ എന്നെ തുറച്ചു നോക്കി അവിടെ തന്നെ നിന്നു. താങ്കൾ പ്രസന്റ് എന്ന് പറയുകയാണോ? ഞാൻ ചോദിച്ചു. അല്ല, ഞാൻ നാഷണൽ ഫിഡലിറ്റി ഇൻഷുറൻസ് കമ്പനിയിലെ സ്പെഷ്യൽ അന്വേഷകനാണ്. ഞാൻ മാഡോക്സിനെ കാത്തിരിക്കുകയാണ്. അദ്ദേഹം ഏത് നിമിഷവും ഇവിടെ എത്തിയെന്ന് വരാം. എന്റെ ശരീരം പൊടുന്നനെ മരവിച്ച പോലെയായി. വരൂ, ഇനി ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടി കുടിക്കാം. താങ്കൾക്കിപ്പോൾ ഇതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു എന്ന് മദ്യക്കുപ്പി ചൂണ്ടി അയാൾ പറഞ്ഞു. 7:30 ചില നിമിഷങ്ങൾ കൂടിയുള്ളപ്പോൾ മാഡോക്സ് അവിടെ എത്തി. അതിനകം ഞാൻ ഷേവ് ചെയ്ത് കുളിച്ച് തയ്യാറായിരുന്നു. മാഡോക്സിനെ കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ ഭയം തത്തിക്കളിച്ചു. മാഡോക്സ് ഞങ്ങളെ നോക്കി ചൂടേൽക്കാൻ തീ കൂട്ടിയിരുന്നിടത്ത് ചെന്ന് നിന്നു. തന്റെ പൈപ്പ് നിറച്ചു. ഞാൻ ഇതിനിടയിൽ ആവശ്യമില്ലെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു. മുറിയിലേക്ക് പോവുകയാണ്. മിസ്റ്റർ ഗ്ലിൻ, താങ്കൾ ഇവിടെ തന്നെ ഇരിക്കൂ. ഞങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ താങ്കൾക്ക് കഴിഞ്ഞെന്ന് വരും. മിസ്റ്റർ ഹാർമസ്, താങ്കൾ ഇരിക്കൂ. ഞങ്ങൾ ഇരുന്നു. പൈപ്പ് കത്തിച്ച ശേഷം മാഡോക്സ് ചോദിച്ചു, ഈ കേസ് എങ്ങനെയുണ്ട്? ഹാർമസ് സിഗരറ്റ് കത്തിച്ചു. കഴിഞ്ഞ വർഷം ഒരു നാടക സ്റ്റേജിൽ വെച്ച് വസ്ത്രങ്ങൾ ഒന്നൊന്നായി അഴിച്ചു മാറ്റി ശരീരഭാഗങ്ങൾ നഗ്നമായി പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ നടനം ചെയ്ത നാട്യക്കാരിയെ ഓർക്കുന്നുണ്ടോ? 1.5 മില്യൺ നേടാൻ അവൾ എടുത്ത തന്ത്രം. ആ തന്ത്രത്തിൽ മിക്കവാറും നാം അകപ്പെട്ടു പോകുമായിരുന്നു. ഏതാണ്ട് ഈ കേസും അത്തരത്തിലുള്ള ഒന്ന് തന്നെ. മരിച്ച ഒരാളുടെ കൈ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച ഒരു പ്രതീതി അത് കേട്ടപ്പോൾ എനിക്കുണ്ടായി. അയാളോ മാഡോക്സോ എന്റെ നേരെ നോക്കിയിരുന്നില്ല. അതിനാൽ എന്റെ മുഖത്തെ പരിഭ്രാന്തി അവർ കണ്ടില്ല. മാഡോക്സ് പറഞ്ഞു, താങ്കൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? സംഭവം നടന്നിരിക്കുന്നത് പോലെയല്ല അതിന്റെ യഥാർത്ഥ നില. ഒന്നുകൂടി ചാഞ്ഞിരുന്നുകൊണ്ട് ഹാർമസ് പറഞ്ഞു, എന്തായാലും ഇതൊരു സമർത്ഥമായ പ്ലാനാണെന്ന് പറയാം. പക്ഷേ അതെങ്ങനെ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞുവെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ക്ലോക്ക് റൂം ഒഴികെ ബംഗ്ലാവിലെ മറ്റു ജനാലകളും കഥകളും എല്ലാം അടച്ചിരുന്നു. ക്ലോക്ക് റൂം വഴി അദ്ദേഹം വന്നിരുന്നില്ലെന്ന് നിശ്ചയമാണ്. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ ആ ബംഗ്ലാവിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രസ്തുത മുറിയുടെ തൊട്ടടുത്ത് തന്നെ ഞാനുണ്ടായിരുന്നു. അതിനാൽ അതുവഴി ഡസ്റ്റർ ബംഗ്ലാവിനകത്തേക്ക് കടന്നിട്ടില്ല. പിന്നെ ഏത് വഴിയായിരുന്നു കടന്നത്? മധ്യാഹ്നം മുതൽ അദ്ദേഹം ബംഗ്ലാവിനകത്ത് എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നിരിക്കാം, മാഡോക്സ് അഭിപ്രായപ്പെട്ടു. ഇല്ല, ഞാൻ തോട്ടത്തിൽ കാവലുറപ്പിക്കുമ്പോൾ ബംഗ്ലാവ് മുഴുവൻ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നുവെന്ന് ലൂയിസ് നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കിയാൽ ഡസ്റ്റർ ബംഗ്ലാവിന് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം പുറത്തുനിന്നും വന്നതുമില്ല. പിന്നെ അദ്ദേഹത്തിന് അകത്ത് കിടക്കാൻ കഴിഞ്ഞത് എങ്ങനെ? മാഡോക്സ് ഒരു കസേരയിൽ ചെന്നിരുന്നു. യെസ്, അതൊരു നല്ല പോയിന്റ് തന്നെയാണ്, മാഡോക്സ് അഭിപ്രായപ്പെട്ടു. ശിരസിൽ വെടിവെച്ച് ആത്മഹത്യ ചെയ്ത 10 കേസുകൾ ഞാൻ ഇതേവരെ കണ്ടിട്ടുണ്ട്, ഹാർമസ് തുടർന്നു. ഡസ്റ്ററിന്റെ സ്ഥിതിയിൽ അദ്ദേഹത്തിന്റെ ശിരസിൽ നിന്നും രക്തം വളരെ കുറച്ച് മാത്രമേ പോയിരുന്നുള്ളൂ. മെഡിക്കൽ ഓഫീസർ എന്തു പറഞ്ഞു? മാഡോക്സ് ചോദിച്ചു. ഡസ്റ്റർ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് ആണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എങ്കിൽ തന്നെ രക്തം ഒരുപാട് മുറിയിൽ കാണേണ്ടതല്ലേ? അതുണ്ടായിരുന്നില്ലല്ലോ, മാഡോക്സ് ശിരസിളക്കി. മറ്റെന്തൊക്കെ വിവരങ്ങൾ കിട്ടി? എവിടെയും വിരലടയാളങ്ങളില്ല, ഹാർമസ് പറഞ്ഞു. ഡസ്റ്ററിന്റെ ടൈപ്പ് ചെയ്ത ഒരു കുറ്റസമ്മതപത്രം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലോ ടൈപ്പ് റൈറ്ററിലോ ആരുടെയും വിരലടയാളം പതിഞ്ഞിട്ടില്ല. അദ്ദേഹം വിസ്കി കുടിച്ചിട്ടുണ്ട്. വിസ്കി ഒഴിച്ച ശേഷം കുപ്പി താഴെ വീണിട്ടുണ്ട്. എന്നാൽ ആ കുപ്പിയിലും വിരലടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തോക്കിലും സ്ഥിതി അത് തന്നെ. അത് ഭംഗിയായി തുടച്ച് വൃത്തിയാക്കിയിരുന്നു. ഞാൻ അറിയാതെ അയാൾക്ക് ബംഗ്ലാവിലേക്ക് കടന്നു പറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോക്ക് റൂം വഴിയാകാനേ തരമുള്ളൂ.
എന്നാൽ അവിടെയും വിരലടയാളങ്ങൾ ഒന്നുമില്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത. അദ്ദേഹം കയ്യൂർ അണിഞ്ഞിരിക്കാം, എങ്കിൽ അതെവിടെ? ഞാനത് എല്ലായിടത്തും തെരഞ്ഞു, പക്ഷെ ഫലമുണ്ടായില്ല. കുറ്റസമ്മതം എഴുതാൻ കയ്യൂറ ധരിക്കുന്നത് എന്തിന്? ഞാൻ തൂവാലെടുത്ത് പെട്ടെന്ന് അവ ശ്രദ്ധിക്കാത്ത വിധത്തിൽ മുഖത്തെ വിയർപ്പൊപ്പി. പിന്നെ മറ്റൊന്നു കൂടിയുണ്ട്, ഹാർമസ് തുടർന്നു. ഡസ്റ്റർ സാനിറ്റോറിയത്തിലേക്ക് പോകുമ്പോൾ അണിഞ്ഞിരുന്നത് കടും തവിട്ട് നിറത്തിലുള്ള ഹാറ്റും ഒട്ടകരോമക്കോട്ടും തവിട്ട് നിറത്തിലുള്ള പാന്റും ഷൂസും ആയിരുന്നു. എന്നാൽ മൃതദേഹം കണ്ടെത്തിയപ്പോൾ ഹാറ്റും ഓവർകോട്ടും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, പാന്റിന്റെ നിറം നീലയായിരുന്നു, കൂടാതെ ഷൂസിന്റെ നിറം കറുപ്പും. ഇതേപ്പറ്റി ലഫ്റ്റനന്റിന്റെ നിഗമനം എന്തായിരുന്നു? എസ്റ്റേറ്റ് ഓഫീസിൽ തന്റെ വധിക്കപ്പെട്ട പത്നിയെ കൊണ്ടിടാൻ പോയപ്പോ മാറിയതായിരിക്കുമെന്നും ഒപ്പം കൊണ്ടുപോയ സൂട്ട് കേസിൽ ഡ്രസ് ആയിരിക്കാമെന്നുമാണ്. അതിനാൽ ആ സൂട്ട് കേസ് അദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും നല്ലൊരു കേസാണ് നമ്മുടെ കയ്യിലുള്ളത്. പെട്ടെന്ന് വമ്പിച്ച ഒരു ധനം നേടേണ്ടതിലേക്ക് ആരോ ചെയ്തൊപ്പിച്ച വേലയാണിതെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെട്ട മൂന്നാമതൊരു വ്യക്തി ഉണ്ടെന്നും അയാളെ കണ്ടുപിടിക്കണമെന്നും ലഫ്റ്റനന്റിനോട് ഞാൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ അത് നിർവഹിക്കേണ്ടി വരും. ഇതിൽ മറ്റൊരാൾ ഇടപെട്ടിട്ടുണ്ടെന്നാണോ താങ്കൾ കരുതുന്നത്? ഹാർമസ് ചോദിച്ചു. അതായത് മിസ്സസ് ഡസ്റ്ററിന് ഒരു കാമുകൻ ഉണ്ടായിരിക്കാമെന്നോ? എന്റെ ബലമായ സംശയം അതാണ്. ഡസ്റ്ററിനെ വധിക്കാൻ അവരുടെ പദ്ധതിയായിരിക്കണം ഇത്. അദ്ദേഹം മരിച്ചാൽ നല്ലൊരു തുക കയ്യിൽ കിട്ടുന്നു. ആ പദ്ധതി ഇട്ടത് അവളായിരിക്കേയില്ല. കാരണം കഴിഞ്ഞ തവണ അവൾ ഇത്തരം ഒരു കേസിൽ മിക്കവാറും ജയിലിലേക്ക് പോകേണ്ടതായിരുന്നു. അപ്പോൾ ഇത്തവണ അതൊരു പുരുഷന്റെ ആശയമായിരിക്കാനേ തരമുള്ളൂ. അതാരായിരിക്കും? ഡസ്റ്റർ കൊല്ലപ്പെട്ടതാണെന്ന് വാസ്തവത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഹാർമസ് ചോദിച്ചു. അദ്ദേഹം കൊല്ലപ്പെട്ടതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് തുക കൊടുക്കേണ്ടതായി വരും. ഞാൻ പെട്ടെന്ന് മാഡോക്സിനെ നോക്കി. ഈ പ്രശ്നത്തിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി അനുസരിച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ള തന്റെ ഭദ്രത. എന്നെ വകവയ്ക്കാതെ അയാൾ ഹാർമസിനെ നോക്കി മന്ദഹസിച്ചു. ഇതൊരു കൊലപാതകമാണെന്ന് ഞാൻ പറയും. അങ്ങനെയായാൽ നമുക്ക് മില്യന്റെ ചെലവിടേണ്ട പ്രശ്നം വരും. സാരമില്ല, കാലക്രമേണ അത് നമുക്ക് നേട്ടമുണ്ടാക്കി തരും. ഒരു വെല്ലുവിളിയോടെ അല്ലാതെ ഇത്തരം കേസ് ഞാൻ ഇതേവരെ നേരിട്ടിട്ടില്ല. ഇതേവരെ 18 പേരെ ഞാൻ കൊലമരത്തിലേക്ക് അയച്ചിട്ടുണ്ട്. അത്തരം കേസിൽ ഇടപെട്ട് മറ്റുള്ളവർ ജീവിതത്തിൽ ഇത്തരം ഒരു ഇടപാടിൽ അറിയാതെ പോലും ഇറങ്ങുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കുമാറ് ജയിൽവാസം അനുഭവിക്കുകയാണ്. ഇതൊരു കൊലപാതകമാണെന്ന് ഞാൻ തെളിയിക്കും. അത് തെളിയിച്ചു കഴിഞ്ഞാൽ നാം പണം കൊടുക്കുക തന്നെ വേണമെന്നതിന് അർത്ഥമില്ല. ഡസ്റ്റർ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് തുകയ്ക്കുള്ള അപേക്ഷയുമായി ചെന്നാൽ നാം പെട്ടെന്ന് വകവെച്ച് കൊടുക്കില്ലെന്ന് മിസ്സസ് ഡസ്റ്ററും അവളുടെ കാമുകനും ചേർന്ന് കണക്കാക്കുന്നു. അങ്ങനെ ചെയ്താൽ നാം അതിൽ ഇടപെടുന്നത് ഇല്ലാതാക്കാൻ സഹായിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഒരു കൊലപാതകവുമായി രക്ഷപ്രാപിക്കാൻ എളുപ്പം അവർക്ക് സാധിക്കുന്നു. കാര്യം എത്രയുമായാൽ ഡസ്റ്റർ മരിച്ച സ്ഥിതിക്ക് അദ്ദേഹം ഇൻഷുർ ചെയ്ത തുകയല്ലാതെ അതേവരെ അദ്ദേഹം കിട്ടിയ പ്രീമിയം മടക്കി ഏൽപ്പിക്കാൻ ഇൻഷുറൻസ് കമ്പനി തയ്യാറാകുമെന്ന് അവർ വളരെ സമർത്ഥമായ വിധം മനസ്സിലാക്കി. ഡസ്റ്റർ ഇതുവരെയായി അടച്ച തുക എത്രയാണെന്ന് അറിയാമോ? $104,000. ആ തുകയുടെ പിന്നാലെയായിരുന്നു അവർ. 50,000-ലേറെ ഡസ്റ്ററിന് കടമുണ്ട്. കാറും ബംഗ്ലാവും മറ്റിതര വസ്തുക്കളും വിറ്റാൽ കടം തീർക്കാൻ വേണ്ട തുക നിശ്ചയമായി ലഭിക്കും. അങ്ങനെയായാൽ പ്രീമിയം തുകയായ $104,000 പ്രയാസമില്ലാതെ അവർക്ക് പങ്കിടാൻ കഴിയുന്നു. ശരിയാണ്, ഞാനത് മറന്നിരിക്കുകയായിരുന്നു. മിസ്സസ് ഡസ്റ്ററിന്റെ മരണത്തെക്കുറിച്ച് എന്തു പറയുന്നു? എനിക്കറിഞ്ഞുകൂടാ. അറിയണമെന്ന നിർബന്ധവുമില്ല. അവർ തമ്മിൽ വഴക്കിട്ടതായിരിക്കാം, അല്ലെങ്കിൽ അവളുടെ കാമുകൻ അവളെ വധിച്ചിരിക്കാം, അല്ലെങ്കിൽ ഡസ്റ്റർ തന്നെ അവളെ വധിച്ചതാകാം. എനിക്കറിഞ്ഞുകൂടാ. അത് പോലീസ് ജോലിയാണ്. നമ്മുടെ കൃഷി വധിക്കപ്പെട്ടതിനെ പറ്റി മാത്രമേ നാം ചിന്തിക്കേണ്ടതുള്ളൂ. കൊലപാതകി രക്ഷപ്പെടരുത്. പെട്ടെന്ന് അയാൾ എന്റെ നേരെ തിരിഞ്ഞു. മിസ്റ്റർ ഗ്ലിൻ, താങ്കൾ ഇതിലൊന്നും വളരെയൊന്നും സംസാരിച്ചു കാണുന്നില്ലല്ലോ. താങ്കൾക്ക് ഇതിൽ എന്തു തോന്നുന്നു? മിസ്സസ് ഡസ്റ്ററിന്റെ കാമുകൻ ആരായിരിക്കും? വളരെ കരുതലോടിരിക്കേണ്ട ഘട്ടമാണിതെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്കറിഞ്ഞുകൂടാ. ഒരിക്കൽ ഞാൻ അവളെ ഡസ്റ്ററിന്റെ കൂടെ അല്ലാതെ മറ്റൊരു പുരുഷനോടൊപ്പം കണ്ടിട്ടുണ്ട്. മാഡോക്സ് മന്ദഹസിച്ചു. അയാൾ ഹാർമസിനെ നോക്കി. കണ്ടില്ലേ, കുറേയേറെ കുഴിച്ചു നോക്കൂ, യാഥാർത്ഥ്യം എന്തെന്ന് തെളിയും. ആട്ടെ, എന്നായിരുന്നു അത്? ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഉറപ്പില്ല.
ഞാൻ നഗരത്തിലേക്ക് പോവുകയായിരുന്നു. ബ്രൗൺ ദർബിയിൽ നിന്ന് അവൾ ആ മനുഷ്യനോടൊപ്പം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതായിരുന്നു. അയാളെക്കുറിച്ച് ചെറിയൊരു വിവരണം തരാമോ? തീർച്ചയായും. അയാൾക്ക് നല്ല ഉയരമുണ്ടായിരുന്നു. കാണാൻ സുമുഖനായിരുന്നു. സുന്ദരമായൊരു മീശയുണ്ട്. 35-36 പ്രായം തോന്നിച്ചിരുന്നു. ഭംഗിയായി വസ്ത്രധാരണം ചെയ്തിട്ടുണ്ടായിരുന്നു. മാഡോസ് ഹാർമസിനെ നോക്കി. കണ്ടില്ലേ, ബ്രൗൺ ദർബിയിൽ വെച്ച് നമുക്ക് ഇയാളെ കണ്ടുപിടിക്കണം. യെസ്, ഹാർമസ് പറഞ്ഞു. ഇപ്പറഞ്ഞ അടയാളത്തിലുള്ളവർ ഹോളിവുഡിൽ 20,000-ലേറെ ഉണ്ട്. പക്ഷെ സാരമില്ല, എങ്കിലും കണ്ടുപിടിക്കാം. അവർ വളരെ അടുപ്പത്തിലായിരുന്നുവെന്ന് താങ്കൾക്ക് കണ്ടപ്പോ തോന്നിയോ? മാഡോസ് ചോദിച്ചു. അതെനിക്ക് തീർത്തു പറയാനാവില്ല. ഞാൻ പെട്ടെന്നൊന്ന് കടന്നു പോകുമ്പോൾ കണ്ടെന്ന് മാത്രം. അവർ കൈകോർത്ത് പിടിച്ചായിരുന്നു നടന്നിരുന്നത്. ശരി, നമുക്ക് അന്വേഷിക്കാം. അയാൾ എഴുന്നേറ്റ് ഹാർമസിനെ സമീപിച്ചു. താങ്കൾ കീഴെ പോയി പുറത്തു നിൽക്കുന്ന പോലീസുകാരോട് സംസാരിക്കൂ. എന്തെങ്കിലും അയാൾക്ക് പറയാൻ കാണും. ഞാൻ ലെഫ്റ്റനന്റിനെയും ചെന്ന് കണ്ട് സംസാരിക്കാം. ഹലോ ഗൈസ്. ഹാർമസ് എഴുന്നേറ്റു. കഴിഞ്ഞ 24 മണിക്കൂറായി ഞാൻ ഉറങ്ങിയിട്ട്, അയാൾ പറഞ്ഞു. നന്ദി മിസ്റ്റർ ഗ്ലീൻ. താങ്കൾ നല്ലൊരു വിവരമാണ് ഞങ്ങൾക്ക് നൽകിയത്. എന്റെ കയ്യിൽ പിടിച്ചൊന്നമർത്തിയ ശേഷം അതിവേഗം താഴേക്കിറങ്ങിപ്പോയി. ഭയപ്പെടരുത്. മാഡോക്സിന്റെ കാർ കാഴ്ചയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വയം അല്പം ഉറക്കി പറഞ്ഞു. മാഡോക്സ് എന്നെ കണ്ണുവെച്ചിരിക്കുകയാണോ? ഹെലന്റെ കാമുകൻ ഞാനാണെന്ന് അയാൾ ധരിച്ചിരിക്കാവുമോ? ഞാൻ പറഞ്ഞവയെല്ലാം വിശ്വസിച്ച മട്ടിൽ അയാൾ ഭാവിക്കുകയായിരിക്കുമോ? അയാൾ നേരിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് പോയിരിക്കുന്നതെന്നും ഞാൻ മനസ്സിലാക്കി. ഹെലന്റെ കാമുകനായി ഡസ്റ്റർ കുടുംബത്തെ നശിപ്പിച്ചത് ഞാനാണെന്നും അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇനിയും വൈകരുതെന്നും അവരെ അറിയിക്കുവാനാണ് അയാൾ അങ്ങോട്ട് പോയിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ എനിക്ക് വളരെയൊന്നും താമസം വേണ്ടി വന്നില്ല. കിട്ടിയ സന്ദർഭം ഇനിയും പാഴാക്കരുത്. പോലീസ് ഏതു നിമിഷവും ഇവിടെ പാഞ്ഞെത്തും. അതിനു മുമ്പ് രക്തം പുരണ്ട എന്റെ പൈജാമ എവിടെയെങ്കിലും നശിപ്പിക്കണമെന്ന് ഞാൻ തീർച്ചയാക്കി. ഡസ്റ്റർ എഴുതിയ ഒസ്യത്തും എനിക്ക് നശിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ബാങ്കിൽ ഞാൻ നിക്ഷേപിച്ച ഒസ്യത്ത് അവർ കണ്ടെടുത്തെന്ന് വരാം. അങ്ങനെയായാൽ പിന്നെ എന്റെ ഭാവി സുനിശ്ചിതമല്ല. ഞാൻ അടുക്കളയിൽ ചെന്ന് ചവറ്റുകുട്ടിയിൽ ഇരിക്കുന്ന തുണികഷ്ണവും അവിടെ നിന്ന് മുറിയിൽ പോയി രക്തം പുരണ്ട പൈജാമയും ഒരു സൂട്ട് കേസിൽ വെച്ച് അതിന്റെ മീതെ എന്റെ 1-2 ഡ്രസ്സും വെച്ച് പൂട്ടി. അത് മെത്തയിൽ വെച്ച ശേഷം കതക് തുറന്ന് ടെറസിലേക്ക് നോക്കി. അവിടെ കൈകൾ പിന്നിൽ പിടിച്ചുകൊണ്ട് പോലീസുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഞാൻ പിറകിൽ കൂടി തോട്ടത്തിന്റെ പിൻവശത്ത് ഗേറ്റ് വഴി പോകാൻ തീർച്ചയാക്കി. അതുവഴി നേരെ പോയാൽ ബസ് സ്റ്റോപ്പിലെത്താം. ഞാൻ അപ്രകാരം ചെയ്തു. 4 നിമിഷത്തെ നടത്തത്തിന് ശേഷം ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. 1-2 നിമിഷത്തിനകം അവിടെ എത്തിയ ബസ്സിൽ കയറി ഇടയ്ക്കിടെ ഞാൻ പിന്നോക്കം നോക്കിക്കൊണ്ടിരുന്നു. അതായത് ഏതെങ്കിലും പോലീസ് വാഹനം എന്നെ പിന്തുടരുന്നുണ്ടോ എന്നറിയുകയായിരുന്നു എന്റെ ആവശ്യം. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഫയർ സ്റ്റോണിനകത്ത് ബസ് ഇറങ്ങി. അവിടുത്തെ ആൾക്കൂട്ടവുമായി ഞാൻ ഇണങ്ങിച്ചേർന്നു. ഓൾ നൈറ്റ് സേഫ് ഡിപ്പോസിറ്റ് വാർഡ്സിനടുത്ത് എത്തിയപ്പോഴേക്കും സമയം 8:30 അങ്ങോട്ട് ചെല്ലാൻ റോഡ് മുറിച്ച് കടക്കാൻ ഒരുമ്പിടുമ്പോഴേക്കും വാൾട്ടിനടുത്ത് താഴെ റോഡിൽ ഒരു കാറിൽ തുടുത്ത മുഖമുള്ള 4 വ്യക്തികൾ ഇരിക്കുന്നത് കണ്ടു. അത് പോലീസുകാരാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അധിക നേരം വേണ്ടി വന്നില്ല. അവരെന്തിനാണ് അവിടെ നിൽക്കുന്നത്? വെറും തമാശയ്ക്ക് വേണ്ടിയല്ലെന്ന് തീർച്ച. പിന്നെ എന്തിന്? എന്നെ പിടികൂടാനായിരിക്കുമോ? ഭയം എന്റെ മനസ്സിലേക്ക് അരിച്ചു കയറി. അവരെന്നെ കാത്തല്ല അവിടെ നിൽക്കുന്നതെന്നും എന്നെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ലെന്നും ആശ്വസിക്കാൻ ഞാൻ ശ്രമിച്ചു. എങ്കിലും റോഡ് മുറിച്ചു കിടന്ന് അങ്ങോട്ട് ചെല്ലാൻ ധൈര്യം വന്നില്ല. അതിനാൽ ഒരു റെസ്റ്റോറന്റിൽ കയറി ഞാൻ ഒരു കാപ്പിക്ക് ഓർഡർ കൊടുത്ത് ഒരു സിഗരറ്റ് എടുത്ത് കൊളുത്തി. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിക്കളഞ്ഞാലോ എന്ന് എനിക്ക് തോന്നി. അതിന് പണം വേണ്ടേ? പോക്കറ്റിലുള്ളവ എടുത്തു നോക്കി. $5 ചില്ലറയും മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. $2000 ബാങ്കിൽ ഇരിപ്പുണ്ട്. ബാങ്ക് തുറക്കുന്നത് വരെ കാത്തിരിക്കണോ? ഒടുവിൽ സമയമായപ്പോൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ബാങ്കിന്റെ മറ്റൊരു വശത്തു കൂടി കടന്നു ചെല്ലാൻ ഞാൻ തീരുമാനിച്ച് അങ്ങോട്ട് നടന്നു. എന്നാൽ എന്നിൽ നിന്നും സുമാർ 40 വാരി അകലെ മറ്റൊരു പോലീസ് വാൻ ഞാൻ കണ്ടു. ഇവരെല്ലാം എന്നെ വേട്ടയാടാൻ ഇറങ്ങുകയാണെന്നും സ്വാഭാവികമായി നിൽപ്പുള്ളവയല്ല അതെന്നും ഞാൻ മനസ്സിലാക്കി. പെട്ടെന്ന് ഞാനൊരു കടയുടെ പിറകിലേക്ക് മാറി മറ്റൊരു റെസ്റ്റോറന്റിലേക്ക് ചെന്നു. അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും കാപ്പിക്ക് ഓർഡർ കൊടുത്തു. കാപ്പി മേശപ്പുറത്തെത്തിയപ്പോൾ അതെടുത്ത് കുടിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. കാരണം എന്റെ കൈ അത്രയേറെ നടുങ്ങിയിരുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ഏക മാർഗം. അതിന് പണം എവിടെ? അപ്പോൾ എനിക്ക് ജാക്കിന്റെ കാര്യം ഓർമ്മ വന്നു. അയാളുടെ അടുത്തായിരുന്നല്ലോ മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്നത്.
അയാളോട് പറഞ്ഞാൽ ഇതിന് എന്തെങ്കിലും പോംവഴി ഉണ്ടാകാതിരിക്കില്ല എന്നെന്റെ മനസ്സ് പറഞ്ഞു. അയാളും ഇതിനു മുമ്പ് ജയിലിൽ പോയിരുന്ന വ്യക്തിയാണല്ലോ. ഞാനൊരു ടെലിഫോൺ ബൂത്തിൽ കയറി ജാക്കിന് ഫോൺ ചെയ്തു. അയാളുടെ സെക്രട്ടറി ആയിരുന്നു അത് അറ്റൻഡ് ചെയ്തത്. ജാക്ക് അവിടെയുണ്ടോ? ഞാൻ ചോദിച്ചു. ഇല്ല. ആരാണിത്? ഗ്ലിൻ ആണോ? അതെ. നോക്കൂ, എനിക്ക് വളരെ പ്രധാനമായൊരു കാര്യം അയാളോട് സംസാരിക്കാനുണ്ട്. അയാൾ എവിടെ? അയാൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ എന്റെ ഹൃദയം ഒന്ന് പിടച്ചു. അയാൾ എന്ത്? പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിരിക്കുകയാണെന്ന്? അരമണിക്കൂർ മുമ്പ് ഒരു ഡിറ്റക്റ്റീവ് ഇവിടെ വന്ന് അയാളെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഗ്ലീന്, താങ്കൾ എന്താ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടിരിക്കുകയാണോ? ആകാനിടയുണ്ട്. നിനക്കതേ പറ്റി വല്ലതും അറിയാമോ? അവർ സംസാരിക്കുമ്പോൾ എന്നോട് അവിടെ നിന്ന് മാറി അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എങ്കിലും അകത്തുനിന്ന് ഞാൻ ഒളിച്ചു കേട്ടു. വളരെ വേഗതയിലായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. താങ്കളെ കുറിച്ചും മിസ്സിസ് ഡെസ്റ്ററെ കുറിച്ചുമായിരുന്നു ഡിറ്റക്റ്റീവ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. മുഖത്തെ വിയർപ്പ് ഞാൻ പുറംകൈ കൊണ്ട് തുടച്ചു. എന്തായിരുന്നു ആ ചോദ്യങ്ങൾ? താങ്കളെ കുറിച്ചോ മിസ്സിസ് ഡെസ്റ്ററെ കുറിച്ചോ എന്തെങ്കിലും ജാക്കിന് അറിയാമോ എന്ന് ചോദിച്ചു. താങ്കൾ അവളോടൊപ്പം എന്തെങ്കിലും പുറത്തെങ്ങാനും പോയതായി അറിയാമോ എന്ന് ചോദിച്ചു. അതിനയാൾ എന്ത് മറുപടി പറഞ്ഞു? എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഏറെ നേരം നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അയാൾ വന്നു. ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഡിറ്റക്റ്റീവിനോടൊപ്പം പുറപ്പെട്ടു. പോകുമ്പോൾ അയാളുടെ ഭാവം എങ്ങനെയായിരുന്നു? വല്ലാതെ പരിഭ്രമിച്ചിരുന്നു. ഞാൻ അയാളിൽ നിന്നും കഴിയുന്നത്ര അകലാൻ ശ്രമിക്കുകയാണ്. താങ്കളും അങ്ങനെ തന്നെ ചെയ്താൽ മതി. അയാൾക്ക് അയാളുടെ കാര്യം മാത്രമാണ് പ്രധാനം. ശരിയായിരിക്കാം. നന്ദി, വളരെ നന്ദി. ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ആ സ്ത്രീ മരിച്ചു അല്ലേ? ഞാൻ അതേപ്പറ്റി പത്രത്തിൽ വായിച്ചറിഞ്ഞു. അതെ, അവൾ മരിച്ചു. ശരി, പിന്നെ കാണാം. ഞാൻ മേശയിലേക്ക് തന്നെ മടങ്ങി. ഒരു സിഗരറ്റിന് തീ കൊളുത്തി. ഞാൻ ഓർത്തു, മിസ്സിസ് ഡെസ്റ്ററിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊടുക്കാമെങ്കിൽ $500 തരാമെന്ന് ഞാൻ അയാൾക്ക് വാഗ്ദാനം ചെയ്തത് പോലീസിനോട് അയാൾ പറയും. എന്നെ പിടികൂടാൻ പിന്നെ അവർക്ക് അത്രയും മതി. വലയിൽ അകപ്പെട്ടു കഴിഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി എന്താ ഒരു മാർഗമെന്ന് ഓർത്തുകൊണ്ടിരിക്കെ മറിയത്തിന്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. ഒരുപക്ഷെ അവളുടെ കയ്യിൽ പണമുണ്ടായിരിക്കാം. അതിൽ നിന്ന് അല്പം പണം കടം വാങ്ങാമെന്ന് കരുതി ഡെസ്റ്ററിന്റെ ടെലിഫോൺ നമ്പർ ഡയൽ ചെയ്തു. മറുഭാഗത്ത് ഒരു പുരുഷനായിരുന്നു അറ്റൻഡ് ചെയ്തത്. അവിടെ പോലീസുകാരൻ കാവൽ നിൽക്കുന്ന കാര്യം ഞാൻ മറന്നുപോയിരുന്നു. ഇനി മറിയത്തിനെ വിളിച്ച് കാര്യം ഗ്രഹിപ്പിക്കുക പ്രയാസമാണെന്ന് എനിക്ക് എപ്പോൾ മനസ്സിലായി. ഹലോ, ആരാണത്? പോലീസുകാരന്റെ സ്വരം. ഞാൻ ഒന്നും പറയാതെ റിസീവർ താഴെ വെച്ച് മടങ്ങി. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംഭവം നേരിട്ട് പറഞ്ഞാലോ എന്ന് ഞാൻ ഓർത്തു നോക്കി. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് അതിന് കഴിഞ്ഞില്ല. ഇപ്പോഴും രക്ഷപ്പെടാൻ സാധിച്ചേക്കുമെന്ന ഒരു നേരിയ വിശ്വാസം എനിക്കുണ്ടായി. കഴിവതും വേഗം സൂട്ട് കേസ് നശിപ്പിക്കണം. അതുമായി ഞാൻ പിടികൊടുത്താൽ പെട്ടെന്ന് അവർക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. ഞാൻ അതുമായി ബസ് സ്റ്റേഷനിൽ പോയി അവിടെ ലഗേജ് സൂക്ഷിക്കുന്ന മുറിയിലേക്ക് ചെന്ന് അത് അവിടെ ഏൽപ്പിച്ചു. ആ സൂട്ട് കേസ് കണ്ടെത്തുമ്പോഴേക്കും നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടാനില്ല. ഇപ്പോൾ എനിക്ക് അല്പം ആശ്വാസമായി. ആ സൂട്ട് കേസ് കയ്യിൽ നിന്നും മാറിക്കിട്ടി. ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നിരനിരയായി നിരത്തിയിരിക്കുന്ന ബസ്സുകളുടെ സമീപത്തേക്ക് മാറി. അവിടെ നിന്ന് കൗണ്ടറിൽ ചെന്ന് സ്ഥലങ്ങളുടെ പേര് വിവരങ്ങൾ എഴുതിയ ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കെ ഒരു തടിയൻ എനിക്ക് സമീപം നടന്നെത്തി. ഹൃദയം പിടച്ചു. ഒരു പ്രേതത്തെ കണ്ടാൽ എന്ന പോലെ ഞാൻ ഭയചകിതനായി. ഞാൻ പതുക്കെ തിരിഞ്ഞു നോക്കി. ആ മനുഷ്യന്റെ ദേഹത്തിൽ അങ്ങിങ്ങായി പോലീസ് ചിഹ്നങ്ങൾ കുത്തിച്ചേർത്ത് വെച്ചിരുന്നു. എന്നെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഓക്കെ ഗ്ലിൻ, ഞങ്ങൾക്ക് താങ്കളെ ആവശ്യമുണ്ട്. വരൂ, നമുക്ക് പോകാം. ഒന്നും ചിന്തിക്കാനാവാതെ ഇളകാനാവാതെ ഞാൻ അയാളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ മറ്റൊരാൾ കൂടി കൂട്ടത്തിൽ നിന്ന് മുമ്പോട്ട് വന്ന് എനിക്ക് സമീപം നിന്നു. വരൂ, പേടിക്കണ്ട. ലഫ്റ്റനന്റിന് താങ്കളോട് എന്തോ സംസാരിക്കണമെന്ന് പറയുന്നു. ഞാൻ അവരോടൊപ്പം പുറത്തു കാത്തു നിന്നിരുന്ന ജീപ്പിൽ കയറി. അപ്പോഴുണ്ട് ലഗേജ് റൂമിൽ നിന്ന് മറ്റൊരു പോലീസുകാരൻ ഞാൻ അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂട്ട് കേസുമായി ജീപ്പിനടുത്തേക്ക് വരുന്നു. അയാൾ വന്ന് ഞങ്ങളുടെ സമീപം ഇരുന്നു. സൂട്ട് കേസ് അയാൾ തന്റെ കാലുകൾക്കിടയിൽ വെച്ചു. ജീപ്പിൽ ഇരുന്നു കൊണ്ട് ഞാൻ പുറത്തേക്ക് നോക്കി. നടപ്പാതകളിൽ കൂടി തിരക്കിട്ട് നടന്നു പോകുന്ന കാൽനട യാത്രക്കാർ, സദാ ഇരമ്പിപ്പാഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, അമ്പരചുംബികളായ കെട്ടിടങ്ങൾ, നീലാകാശം. ആ കാഴ്ചകളെല്ലാം ഞാൻ എന്റെ മനസ്സിൽ പകർത്തുകയായിരുന്നു. ഇനി ഒരിക്കലും ഇതൊന്നും ഞാൻ കാണാൻ പോകുന്നില്ലെന്നതുപോലെ. അതൊരു ചെറിയ മുറിയായിരുന്നു. കഴിഞ്ഞ 4 മണിക്കൂറായി ഞാൻ അവിടെ ഇരിക്കുന്നു. അഴുക്ക് പുരണ്ട ദുർഗന്ധം വമിക്കുന്ന ആ മുറിയിൽ ഇരിക്കുന്നത് ദുസ്സഹമായിരുന്നു. അവിടെ എന്നെ കൂടാതെ ഒരു പോലീസുകാരനുമുണ്ട്.
ഈ നേരം അത്രയും അയാൾ ഒരക്ഷരം പോലും ഉരിയാടിയിരുന്നില്ല. എനിക്ക് വേണ്ടി കൊണ്ടുവന്നു വെച്ച ഒരു കപ്പ് കാപ്പി അവിടെ മേശപ്പുറത്ത് കിടന്നിരുന്നു. അവിടുത്തെ ആശ്രയിൽ 4 മണിക്കൂർ ഞാൻ വലിച്ചു തീർത്ത സിഗരറ്റ് കുറ്റികൾ നിറഞ്ഞു കിടന്നിരുന്നു. എന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞെന്ന് ഇപ്പോൾ എനിക്ക് നിശ്ചയമായി. അതിന്റെ പ്രാരംഭം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ഗ്യാസ് ചേംബറിലേക്ക് എന്നെ അയക്കാനുള്ള പ്രാരംഭ നടപടിയായിരിക്കാം ഇത്. ആ ദീർഘനേരത്തെ കാത്തിരിപ്പിൽ ഒരു കാര്യം ഞാൻ തീർച്ചയാക്കി. പോലീസിൽ എല്ലാ സത്യാവസ്ഥയും തുറന്നു പറയുക. ഡസ്റ്ററിന്റെ മരണം ആത്മഹത്യയാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പുണ്ട്. അതേപോലെ ഹെലന്റെ മരണം സംഭവിച്ചത് ഞാൻ കരുതിക്കൂട്ടിയായിരുന്നില്ല. പക്ഷെ അല്ലെന്ന് പറഞ്ഞ പോലീസ് വിശ്വസിക്കാൻ തയ്യാറാകുമോ? വിശ്വസിച്ചാൽ തന്നെ ഒരു നീണ്ടകാലം എനിക്ക് ജയിലിൽ കഴിയേണ്ടി വരും. 20 വർഷം തടവറയിൽ കഴിയുന്നതിനേക്കാൾ നല്ലതാണ് ഗ്യാസ് ചേമ്പറിലേക്ക് പോകുന്നത്. പെട്ടെന്ന് മുറി തള്ളി തുറന്ന് ബസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ പിടികൂടിയ പോലീസുകാരൻ അകത്തേക്ക് കയറി വന്നു. ലഫ്റ്റനന്റ് താങ്കളെ വിളിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ അനുഗമിച്ചു. അടുക്കും ചിട്ടയുമില്ലാത്ത മറ്റൊരു മുറിയിൽ ഞങ്ങൾ കയറി ചെന്നു. ഒരു സിഗാർ കടിച്ചു പിടിച്ചുകൊണ്ട് ലഫ്റ്റനന്റ് ജനാലയ്ക്ക് അരികിൽ നിൽക്കുകയായിരുന്നു. ആ മുഖത്ത് അമർഷം നിറഞ്ഞു നിന്നിരുന്നു. പൈപ്പ് കയ്യിൽ പിടിച്ച ഒരു ചാരുകസേരയിൽ ചാരിയിരുന്നത് മാഡോക്സ് ആയിരുന്നു. ലഫ്റ്റനന്റ് എനിക്കൊരു കസേര ചൂണ്ടി. ഇരിക്കൂ, അദ്ദേഹം പറഞ്ഞു. എന്നെ മുറിയിലേക്ക് നയിച്ച പോലീസുകാരൻ പുറത്തേക്കുള്ള വാതിൽ പാതി തുറന്നു വെച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ഞാൻ പതുക്കെ ചെന്ന് കസേരയിലിരുന്നു. ലഫ്റ്റനന്റ് മാഡോക്സിനെ നോക്കി. ഓക്കെ, താങ്കൾക്ക് 10 നിമിഷം ഇയാളോട് സംസാരിക്കാം. അതിനുശേഷം ഞാൻ സംസാരിക്കാം. നന്ദി ലഫ്റ്റനന്റ്. അത്രയും സമയം എനിക്ക് വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ലഫ്റ്റനന്റ് പുറത്തേക്ക് പോയി കതകടച്ചു. മാഡോക്സ് തന്റെ പൈപ്പ് നിറച്ചു തുടങ്ങി. താങ്കൾക്ക് അധിക സമയം ലഭിച്ചില്ല അല്ലേ? അയാൾ ആരംഭിച്ചു. ഒരുപാട് ജോലി താങ്കൾക്ക് നിർവഹിക്കേണ്ടി വന്നു. ആ തന്ത്രം ഫലിക്കുമെന്ന് കരുതി. എന്നാൽ ആ വിശ്വാസം തെറ്റാണെന്ന് ഇത്ര വേഗം തെളിയിക്കുമെന്ന് താങ്കൾ കരുതിയിരിക്കില്ല. താങ്കളുടെ ആ തന്ത്രം പ്രയോഗിച്ചത് ബുദ്ധിപരം തന്നെ. അത് കണ്ടുപിടിക്കാൻ എനിക്ക് ഇത്തിരി പ്രയാസം നേരിടുക തന്നെ ചെയ്തു. 2 കാര്യങ്ങളിൽ ആദ്യം ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചു. ആദ്യം താങ്കളുടെ പിൽക്കാല ചരിത്രത്തെ കുറിച്ച് അന്വേഷിച്ചു. അതിൽ നിന്ന് ഒരു റെഫ്രിജറേറ്റർ കമ്പനിയിൽ താങ്കൾ 2 വർഷം ജോലി എടുത്തിരുന്നതായി ഞാൻ അറിഞ്ഞു. അതെന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അടുത്തതായി ഞാൻ മറിയത്തിനോട് സംസാരിച്ചു. ഉറക്കത്തിൽ അവൾ എഴുന്നേറ്റ് നടന്നതും റെഫ്രിജറേറ്ററിന്റെ അടുത്തേക്ക് ചെന്നതും അതിന്റെ മോട്ടോർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണമെന്ന് താങ്കൾ അവളോട് നിർദ്ദേശിച്ചതും ഞാൻ അറിഞ്ഞു. താങ്കളുടെ ആശയം ബുദ്ധിപരം തന്നെ. പക്ഷെ ശിരസിൽ നിന്നൊഴുകിയ രക്തത്തിന്റെ അളവ് കുറഞ്ഞതും എവിടെയും ആരുടെയും വിരലടയാളം പതിഞ്ഞിരുന്നില്ല എന്നുള്ളതും താങ്കൾ കണക്കിലെടുക്കാൻ വിട്ടുപോയി. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ അവിടെ സംഭവിച്ചതെല്ലാം നാടകീയമാണെന്ന് വ്യക്തമായി. ഞാൻ ഒന്നും പറയാതെ അദ്ദേഹം പൈപ്പ് കൊളുത്തുന്നത് നോക്കിയിരിക്കുക മാത്രം ചെയ്തു. താങ്കൾ അപകടത്തിലായി കഴിഞ്ഞു. താങ്കളിൽ നിന്നും ഒരു കുറ്റസമ്മതപത്രത്തിന്റെ ആവശ്യം തന്നെ ഇല്ലാത്ത വിധം ഈ കേസ് താങ്കൾക്കെതിരാണ്. അത് വെച്ചുകൊണ്ട് തന്നെ 2 തവണ താങ്കളെ ഗ്യാസ് ചേംബറിലേക്ക് അയക്കാൻ പ്രയാസമില്ല. പക്ഷേ ഒരു തവണ തന്നെ ധാരാളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡസ്റ്ററിനെ ഞാൻ വധിച്ചതല്ല, പതറിയ സ്വരത്തിൽ അയാൾ പറഞ്ഞു. താങ്കൾക്ക് അത് തെളിയിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിന്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള രേഖ എന്റെ കൈവശമുണ്ട്. അദ്ദേഹം സ്വയം വെടിവെച്ചാണ് മരിച്ചത്. അല്ല, അദ്ദേഹത്തെ വധിച്ചത് താങ്കൾ തന്നെയാണ്, മാഡോക്സ് ശാന്തനായി പറഞ്ഞു. എന്തിനാണ് താങ്കൾ ചെയ്തതെന്നും എങ്ങനെയാണത് നിർവഹിച്ചതെന്നും ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹത്തിന്റെ ഡ്രൈവറായി താങ്കൾക്ക് നിയമനം കിട്ടി. താങ്കളും ഹെലനും തമ്മിൽ സ്നേഹിച്ചു. ഡസ്റ്റർ $3.25 മില്യൺ ഇൻഷൂർ ചെയ്തിരിക്കുന്ന വിവരം അവൾക്കറിയാം. വാൻ ടോംലിന്റെ തുക നേടാൻ ശ്രമിച്ചതുപോലെ ഡസ്റ്ററിന്റെ തുക സ്വന്തമാക്കാനും അവൾ ആഗ്രഹിച്ചു. പക്ഷേ താങ്കൾ സമർത്ഥനായിരുന്നു. ഡസ്റ്റർ വധിക്കപ്പെട്ടാൽ അവളും താങ്കളും പോലീസിന്റെ നോട്ടപ്പുള്ളികളാവുമെന്ന് താങ്കൾ മനസ്സിലാക്കി. ഇൻഷുറൻസ് പോളിസിയിൽ ആത്മനാശത്തെക്കുറിച്ചുള്ള വകുപ്പ് അദ്ദേഹം ക്യാൻസൽ ചെയ്ത വിവരം താങ്കൾ അറിയാനിടയായി. അതേവരെയായി അദ്ദേഹം $104,000 അടച്ചിട്ടുണ്ടെന്നുള്ള കാര്യം താങ്കൾ എങ്ങനെയോ മനസ്സിലാക്കി. ഇൻഷുറൻസ് തുകയ്ക്ക് അവകാശികളില്ലെങ്കിൽ അതേവരെയുള്ള പ്രീമിയം തിരിച്ചു കൊടുക്കപ്പെടുമെന്നത് താങ്കൾക്കറിയാം. ഈ പ്രത്യേക കാര്യം ഊന്നിയായിരുന്നു അയാൾ പറഞ്ഞത്. ചെറിയ തുക നേടിയെടുക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതത്വം എന്ന് താങ്കൾ കരുതി. അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷെ ആ പണം ഹെലനും പങ്കിടേണ്ട ആവശ്യം എന്താണെന്ന് താങ്കൾ ചിന്തിച്ചു. അവളെക്കുറിച്ചുള്ള പിൻകാല ചരിത്രം അറിയുവാൻ താങ്കൾ ജാക്കിനെ നിയോഗിച്ചു. വാൻ എന്ന വ്യക്തിയെ ഹെലൻ വധിച്ച വിവരം താങ്കൾക്ക് മനസ്സിലായി. ഹെലനും ഡസ്റ്ററും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും
അവർ തമ്മിൽ പൊരുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ ഡസ്റ്റർ അവളെ സ്നേഹിക്കുക തന്നെ ചെയ്തു. താങ്കൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അത്ര പണം ഉടനെ തന്നില്ലെങ്കിൽ അവൾ നടത്തിയ കൊലപാതകത്തെ പറ്റി പോലീസിൽ ബോധിപ്പിക്കുമെന്ന് താങ്കൾ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്രകാരം $2600 അദ്ദേഹം താങ്കൾക്ക് തന്നു. അതോടെ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ശൂന്യമായി. ഇക്കാര്യം ഞങ്ങൾക്ക് തെളിയിക്കാനാവും. അദ്ദേഹം താങ്കൾക്ക് തന്ന ആ ചെക്ക് ഞങ്ങളുടെ കൈവശമുണ്ട്. അത് കള്ളമാണ്. ഞാൻ അല്പം മുമ്പോട്ട് കുതിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ 1 വർഷത്തെ ശമ്പളം ഇപ്പോൾ കയ്യിലുണ്ടായിരിക്കെ തന്നെ തരാൻ ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം എനിക്ക് തന്നത്. അത് വിശ്വസനീയമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതെന്തായാലും താങ്കൾക്ക് അതേപറ്റി ജൂറിയുടെ മുമ്പാകെ പറയാം. സംഭവിച്ചത് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ജൂറിയുടെ നിഗമനം എന്തായിരിക്കാം എന്നതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ട് താങ്കൾ സംതൃപ്തനായില്ല. ഭീഷണിപ്പെടുത്തുന്നവർക്ക് ഒരിക്കലും സംതൃപ്തി ഉണ്ടാകാറില്ല. കടം തീർത്തു കഴിഞ്ഞു വരുന്ന എസ്റ്റേറ്റും മറ്റും താങ്കളുടെ പേർക്ക് എഴുതി വെക്കാൻ താങ്കൾ അദ്ദേഹത്തെ നിർബന്ധിച്ചു. അപ്രകാരം അദ്ദേഹം അത് നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹം എഴുതി വെച്ച വസ്യത്ത് ഞങ്ങൾ കണ്ടെടുത്തു. അതിൽ ഹെലന്റെ മരണാനന്തരം ബാക്കിയുള്ള സ്വത്തുക്കൾക്ക് അവകാശി താങ്കളാണെന്ന് എഴുതിയിരുന്നു. അതിൽ താങ്കൾക്ക് തൃപ്തിയായിരുന്നു. കാരണം അവളെ വധിക്കാൻ താങ്കൾ നേരത്തെ പ്ലാനിട്ടിരുന്നു. ഡസ്റ്ററെ താങ്കൾ വെടിവെച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടി അദ്ദേഹത്തെ റെഫ്രിജറേറ്ററിൽ കിടത്തി. അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചതായിരുന്നുവെങ്കിൽ വിവരം പോലീസിൽ അറിയിക്കാതെ ആ ജഡ റെഫ്രിജറേറ്ററിൽ വെച്ചത് എന്തിനായിരുന്നു? കാരണം ഞാൻ പറയാം. താങ്കൾ ഹെലനും ഡസ്റ്ററുടെ 3/4 മില്യൺ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടരാണെന്ന് താങ്കൾ അവളെ പറഞ്ഞു ധരിപ്പിച്ചു. ഡസ്റ്റർ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്താൽ ആ കൊലപാതകത്തിന്റെ പേരിൽ ഇൻഷുർ ചെയ്യപ്പെട്ട 3/4 മില്യൺ തുക അവകാശപ്പെട്ടുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ ഹർജി സമർപ്പിക്കാമെന്ന് താങ്കൾ അവളെ പറഞ്ഞു മനസ്സിലാക്കി. അവളെ എസ്റ്റേറ്റ് ഓഫീസിൽ കൊണ്ടുപോയി വിടണം. അതായിരുന്നു താങ്കളുടെ ആവശ്യം. ഡസ്റ്ററായി താങ്കൾ അഭിനയിക്കുകയായിരുന്നു. അദ്ദേഹം ബംഗ്ലാവ് വിട്ടു പോകുന്നത് മറിയത്തിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ചത് ഹെലനെ എസ്റ്റേറ്റ് ഓഫീസിൽ കൊണ്ടുപോയി താങ്കൾ വധിച്ചു. അതിനുശേഷം അവിടെ കെട്ടിയിട്ട് താങ്കൾ തിരിച്ചു പോന്നു. അവളെ വധിച്ചത് ഡസ്റ്റർ ആണെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി ഡസ്റ്റർ തട്ടിക്കൊണ്ടു പോകപ്പെട്ടതായി ഭാവിച്ചു നടന്നു. അത്തരം ഒരു ചുറ്റുപാടിൽ ഉഴലുന്ന മനസ്സുമായി ബംഗ്ലാവിൽ തിരിച്ചെത്തി കുറ്റസമ്മതപത്രം തയ്യാറാക്കി സ്വയം വെടിവെച്ച് മരിച്ചതായിട്ടാണ് താങ്കൾ പുറമെ കാണിക്കാൻ പദ്ധതി ഒരുക്കിയത്. എന്നാൽ ഹെർമസിന്റെ അന്വേഷണത്തിൽ എവിടെയും വിരലടയാളം കണ്ടെത്താൻ കഴിഞ്ഞില്ല. വെടിയേറ്റാൽ ഉണ്ടാകാവുന്ന രക്തത്തിന്റെ അളവ് വളരെ കുറഞ്ഞു കണ്ടു. ആരുടെയും കണ്ണിൽപ്പെടാതെ ബംഗ്ലാവിൽ തിരിച്ചെത്താൻ ഡസ്റ്ററിന് സാധ്യമല്ല. ഈ കാര്യങ്ങൾ ഹെർമസ് തെളിയിച്ചതോടുകൂടി താങ്കൾക്ക് ഇരിക്കപ്പുറത്ത് മുട്ടി. താങ്കൾക്ക് ഒരു സേഫ് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയ ഞാൻ ലെഫ്റ്റനന്റിനെ അങ്ങോട്ട് അയച്ച് അവിടെ ശ്രദ്ധിക്കാൻ വേണ്ട ഏർപ്പാട് ചെയ്തു. ബാങ്കിലേക്ക് താങ്കൾ ചെല്ലുന്നത് തടയാൻ വേണ്ട വ്യവസ്ഥ ഞാൻ ചെയ്തു. അപ്പോൾ താങ്കൾ എന്ത് ചെയ്തു? സാധാരണ തെറ്റ് ചെയ്തവർ ചെയ്യാറുള്ള മാർഗം തന്നെ താങ്കളും സ്വീകരിച്ചു. ഡസ്റ്ററിനെ വധിച്ചത് ഞാനല്ല, അവളെ കൊന്നത് ഞാനല്ല. അത് അപകടം കൊണ്ട് സംഭവിച്ചു പോയതാണ്. അവളെ അങ്ങനെ പ്രഹരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല. ഞാൻ അങ്ങനെ സംസാരിക്കരുതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാഡോക്സ് തന്റെ പൈപ്പിലെ ചാരം തട്ടി. താങ്കളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ താങ്കളുടെ വക്കീലുമായി സംസാരിക്കുന്നത് വരെ ഞാൻ ഒന്നും പറയുമായിരുന്നില്ല. അതിരിക്കട്ടെ, താങ്കൾക്ക് നല്ല വക്കീലിനെ അറിയുമോ? താങ്കൾക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ എനിക്കറിയാം. എല്ലാവരാലും അസാധ്യമെന്ന് കരുതുന്ന ആപത്കരമായ കാര്യം നിർവഹിക്കാൻ നിയോഗിക്കുന്ന സേനാ വിഭാഗത്തെ പോലും കണ്ട് പതറാത്തൊരു വ്യക്തിയുണ്ട്. താങ്കൾക്ക് വേണ്ടി അയാൾ വാദിക്കും. താങ്കൾ ശുപാർശ ചെയ്യുന്ന ഒരാൾ എനിക്ക് വേണ്ടി വാദിക്കണ്ട. ഞാൻ പറഞ്ഞു. വെറുതെ വിഡ്ഢിത്തം പറയരുത്. എനിക്കിതിലൊന്നും ഒരു കാര്യവുമില്ല. എന്റെ കമ്പനിയിലേക്ക് അവകാശങ്ങൾ ആവശ്യപ്പെട്ടു വരുന്നവരെ തടയുകയാണ് എന്റെ ജോലി. അത് ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ വ്യക്തി താങ്കൾക്ക് ഉപയോഗപ്പെട്ടെന്നിരിക്കും. എനിക്ക് ആരെയും അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഒരാൾ എനിക്ക് ആവശ്യമാണ്. ശരി, ഓക്കെ, ഓൾറൈറ്റ്. ഞാൻ അയാളെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് അയക്കാം, ആലക്സ് പറഞ്ഞു. പക്ഷെ വലിയ അത്ഭുതം എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. അയാൾ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ താങ്കളെ രക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അയാൾക്കെന്നല്ല, ആർക്കും താങ്കളെ രക്ഷിക്കാനാവുമെന്ന അഭിപ്രായം എനിക്കില്ല. എങ്കിലും അയാൾക്ക് അതിനുവേണ്ടി കഴിവതും ശ്രമിക്കുമെന്ന് താങ്കൾക്ക് ഉറച്ചു വിശ്വസിക്കാം എന്ന് പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് കഥയിനടുത്തേക്ക് നീങ്ങി. അപ്പൊ ശരി, താങ്കൾക്ക് ഞാൻ നന്മകൾ ആശംസിക്കുന്നില്ല. കാരണം അതിന് താങ്കൾ അർഹനല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇടനാഴിയിൽ കൂടി അയാൾ നടന്നകലുന്ന ശബ്ദം ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് ഏതാണ്ട് 1 നിമിഷമായിരിക്കും ലെഫ്റ്റനന്റ് 2 ഡിറ്റക്റ്റീവുമാരോടൊപ്പം
ഞാനിരുന്ന മുറിയിലേക്ക് കയറി വന്നു. അദ്ദേഹത്തിന്റെ ഗൗരവമേറിയ മുഖം കണ്ടപ്പോൾ തന്നെ എന്റെ അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞെന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഇപ്പോൾ എടുത്ത മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. വീണ്ടും കാണാം.